ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ നൈറ്റ്. കുറച്ച് പൊടിമീൻ കിട്ടിയിരുന്നത് അമ്മ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ ഉറക്കം എന്ന് പറയാൻ പറ്റില്ല. എണീറ്റപ്പോൾ 8:30 ആയി. 8:30ക്ക് ഉറക്കം എണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ മീനങ്ങ് കറിയാക്കി കളയാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയും കടുകും കുറച്ച് ചെറിയ ജീരകവും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന കറികളുടെ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഈ ഒരു മീൻകറി. അമ്മ ഇത് പെട്ടെന്നുണ്ടാക്കും, എന്നെക്കാലം വേഗത്തിൽ. അമ്മ ഉള്ളി ചതച്ച് തന്നിരുന്നു കേട്ടോ. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മുടെ കല്ലില്ലേ, ആ കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുക്കണം. അങ്ങനെ അളവെന്ന് പറയാനായിട്ട് ഇപ്പോൾ ഞാനൊരു 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഞാനൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ആ കറിയിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം അരിഞ്ഞും കഴുകിയും ഇടിച്ചും ചതച്ചും ഒക്കെ അടുക്കി വെച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. പക്ഷേ അമ്മ അങ്ങനെയല്ല. കറി വെക്കാൻ പോകുമ്പോൾ അമ്മ ആദ്യം നേരെ വന്ന് കറിച്ചട്ടി കഴുകി ഗ്യാസിൽ വെക്കും. ചട്ടി ചൂടാവുന്നതിനനുസരിച്ച് വേണ്ട ഓരോ കൂട്ടുകൾ ഇങ്ങനെ വന്നെത്തും. ഇപ്പോൾ തക്കാളി അമ്മയാണ് അരിഞ്ഞിടുന്നത്. അര തക്കാളി മതിയെന്ന് പറഞ്ഞിട്ട് അര തക്കാളി അരിഞ്ഞിടുന്നുണ്ട്. ഞാൻ ആ ഗ്യാപ്പിൽ എൻ്റെ ചായ കുടിച്ചു. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി തീർന്നു. ഇത് സേറമോളുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച ബാക്കിയിരുന്ന മഞ്ഞൾപ്പൊടിയാണ്. കടയിൽ പോയിട്ട് കിട്ടാഞ്ഞിട്ട് പിന്നെ ഇന്നലെ വൈകുന്നേരമൊക്കെ കടയിൽ പോയെങ്കിലും മറന്നുപോയി മേടിക്കാനായിട്ട്. പിന്നെ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ്. പിന്നെ കുറച്ച് സാദാ മുളക് പൊടി, കുറച്ചധികം കാശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയുടെ അളവിൻ്റെ പകുതിയാണ് മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ട് അതേ കണക്കത്തെ 1 സ്പൂൺ തന്നെയാണ് മല്ലിപ്പൊടിയിൽ ഇട്ടിരിക്കുന്നത്. അതിൽ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ തികയാത്ത അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇടിച്ചു കുഴയ്ക്കണം. ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടയണം. ആ കൂട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കരിഞ്ഞു പോകാതെ അതിലേക്ക് ലേശം പുളിവെള്ളം ഒഴിച്ചിട്ട് ഇതൊരു കുഴമ്പ് പരുവത്തിലാക്കി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. അങ്ങനെ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചാൽ കറി നല്ലപോലെ കുഴഞ്ഞിരിക്കും. അത്യാവശ്യത്തിന് തിക്നെസ് ഉള്ളൊരു കറി നമുക്ക് കിട്ടും. ആദ്യമേ തന്നെ വെള്ളം മുഴുവൻ ഒഴിച്ചാൽ കറി നീണ്ടുപോകും. അതൊരു കുഴമ്പ് പരുവത്തിലാക്കി തിള വന്ന് തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം ഒഴിക്കാം. പുളി ഞാൻ നന്നായിട്ട് പിഴിഞ്ഞിട്ടില്ല, കുറച്ച് മാത്രമേ പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ. അരപ്പ് മൂക്കാൻ തുടങ്ങിയതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കറിക്ക് വേണ്ട ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് ഇങ്ങനെ പുകയൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ അത് തുറന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നല്ല കുറുകിയ ഗ്രേവി അതിനകത്ത് റെഡി ആയിട്ടുണ്ടാവും. ഇനി കറിക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നാലും ഒരളവുണ്ട് കേട്ടോ. ഒരു പറ വെള്ളം ഒഴിച്ചാൽ ഇത്രയും പൊടിക്ക് അത്ര നല്ല കുറുക്കത്തിലൊരു കറിയൊന്നും കിട്ടില്ല. ഇനി മീൻകറി അങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് കറി ചോറിൻ്റെ പുറത്ത് ഒഴിച്ചാൽ ചോറിൻ്റെ പുറത്ത് തന്നെ നിൽക്കണം, അതിൻ്റെ മീതെ തന്നെ നിൽക്കണം. ചിലയിടത്ത് ചെല്ലുമ്പോൾ മീൻകറി ചോറിൽ ഒഴിച്ചാലുണ്ടല്ലോ കറി അങ്ങ് ഊർന്ന് താഴെ പോവും. ചോറിൻ്റെ മേളിൽ അവിടെ ഇവിടെയായിട്ട് മുളക് പൊടിയുടെ തരിതരി മാത്രം കാണും. കറിക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറന്ന് വെച്ച് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. നല്ല തിള വന്ന് എണ്ണയൊക്കെ മേളിൽ തെളിയുന്ന പരുവമാകുമ്പോൾ ഇതുപോലെ മീനിട്ട് കൊടുക്കാം. പൊടിമീനായതുകൊണ്ട് ഇതെന്തൊക്കെയാണെന്ന് ഒരു പിടിയുമില്ല. എന്തോ 3 ടൈപ്പ് മീനുണ്ട്. ടെക്സ്ചറിലും ഷേപ്പിലും ഒക്കെ വ്യത്യാസമുള്ള 3 ടൈപ്പ് മീനുണ്ട്. അമ്മ തന്നെ അത് പീസസ് ആക്കി തന്നിരുന്നു. അത് ഞാൻ എടുത്ത് കറിയിലേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ലപോലെ പരത്തി അങ്ങിട്ട് കൊടുത്തു. ഇനി കുറച്ച് നേരം അതവിടെ അടച്ചിരുന്ന് ഒന്ന് വേകട്ടെ. ഈ സമയത്ത് തീ സിമ്മിലാക്കി കൊടുക്കണം കേട്ടോ. കറിയും മീനും ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ആവാൻ അത് നല്ലതാണ്. ആ ടൈം കൊണ്ട് ഞാൻ മീൻ നാളെ പൊരിക്കാനുള്ളത് അരപ്പ് പുരട്ടുവാണ്. അപ്പനും മോനും വറുത്ത മീൻ ഇല്ലാതെ കഴിക്കാൻ പാടാണ്. കുക്കു ആണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകുന്ന ഫുഡാണെങ്കിലും പൊരിച്ച മീൻ തീരുമ്പോഴത്തേക്ക് ചോറ് തീറ്റി നിർത്തും. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് മീൻ നന്നായിട്ട് അരപ്പ് പുരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചു. മീൻ ഇട്ട കറി നന്നായിട്ട് തിളച്ചു. അതിൻ്റെ മേളിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിയാണ് മേളിൽ അങ്ങനെ കിടക്കുന്ന കാണാൻ. നമ്മൾ ഇനി താളിച്ചിടില്ലല്ലോ. ഒരു ഐസ് വണ്ടിക്കാരൻ പോകുന്നുണ്ട് റോഡിലൂടെ. കുറച്ച് നേരം ഞാൻ നിന്നു, പുള്ളി പോട്ടെ എന്ന് കരുതിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള റോഡിൽ കൂടെ ഇവിടെ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമായി കറങ്ങുന്നു. ഇനിയിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാതിരുന്നാൽ ഇതെല്ലാം പോസ്റ്റ് ചെയ്യാനായിട്ട് ലേറ്റ് ആവും. അതുകൊണ്ട് എന്തായാലും അങ്ങ് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തേക്കുള്ള പച്ചക്കറിക്കായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് ഇന്നലെ രാത്രിയാണ്. ഇന്നത്തേക്കുള്ള പച്ചക്കറിക്കായിട്ട് ബീട്രൂട്ട് ഫ്രിഡ്ജിലിരുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കളർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ കിച്ചണിൽ ഇല്ലാത്തൊരു കളർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരണമെന്ന് കരുതി വാങ്ങിച്ച ചോപ്പിംഗ് ബോർഡാണിത്. പിന്നെ ഇത് വാങ്ങിയ ഇടയ്ക്കാണ് ആ മൈക്രോ പ്ലാസ്റ്റിക്സിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയത്. അതൊന്ന് ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് ഇത് ഇപ്പോൾ അരിയാനായിട്ട് ഞാൻ എടുക്കാറില്ല. അത് ആ ബോർഡ് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ അകത്ത് അധികം പാടുകളൊന്നും അങ്ങനെ വീണിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ബോർഡ് ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ബേസ് ആയിട്ട് അങ്ങ് ഉപയോഗിക്കും. ഡയറക്റ്റായിട്ട് നമ്മൾ അതിൽ കട്ട് ചെയ്യുന്നില്ലല്ലോ. 2 വലിയ ബീട്രൂട്ട് ഞാൻ തോല് കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ഒന്ന് ചീകിയൊക്കെ വന്നപ്പോൾ 1.5 ബീട്രൂട്ട് തന്നെ അധികമാണെന്ന് തോന്നി.
എല്ലാ തവണയും പീൽ ചെയ്യുമ്പോൾ എടുത്ത് വെക്കുന്ന ചെറിയ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇപ്പോൾ എടുത്ത് വെക്കാത്തത്, ഈ ബീട്രൂട്ടിൻ്റെ തോലൊക്കെ ഞാനൊരു പാത്രത്തിൽ ലേശം തണുത്ത വെള്ളം വെച്ചിട്ട് അതിലേക്കിട്ട് കുറച്ച് നേരം വെച്ചിരിക്കും. കിടക്കുന്നതിന് മുമ്പേ ഒരു 8-10 മിനിറ്റ് അതൊന്ന് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് കിടന്നാൽ ഗ്ലോ കിട്ടുമോയെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊരു ചേഞ്ചൊക്കെ തോന്നാറുണ്ട് അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിൽ. അതുകൊണ്ട് എടുത്ത് മാറ്റി വയ്ക്കും. ബീട്രൂട്ടാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കാറില്ല. വെറുതെ ബീട്രൂട്ട് ഇട്ട് വെച്ച വെള്ളം, അത് ലേശം വെള്ളം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ തൊലി അങ്ങ് എടുക്കുമ്പോഴത്തേക്ക് ഒരിത്തിരി കട്ടിക്കൊക്കെ ആ വെള്ളം കിട്ടും. ഒന്ന് മുഖത്തൊന്ന് പുരളാൻ വേണ്ടി മാത്രമുള്ള വെള്ളം, അധികം എടുക്കണ്ട. അങ്ങനെ അതോടുകൂടി നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. ഡിന്നറൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ രാത്രിത്തേക്ക്. ഇതിലിരിക്കുന്നത് സാനിറ്റൈസർ അല്ല, ഡെറ്റോളും പുൽത്തൈലവും കൂടെ മിക്സ് ചെയ്ത കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഇത് ബാക്ക് ടു ഫ്രൈഡേ മോർണിംഗ്. ഫ്രൈഡേ ആയതിൻ്റേതായ എല്ലാ സന്തോഷവും ഉണ്ട് രാവിലെ തന്നെ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ നാളെ ഉറങ്ങാലോ എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് എണീറ്റത്. ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണോ എന്നറിയത്തില്ല, രാവിലെ ബെഡിൽ നിന്ന് അങ്ങോട്ട് എണീക്കാൻ പറ്റത്തില്ല എത്രയൊക്കെ ശ്രമിച്ചാലും. ഇന്നലെ രാവിലെ ഉണ്ടാക്കിയ തേങ്ങ അരച്ച മീൻകറിയും കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ചൂടാക്കാൻ വെച്ചു. പിന്നെ രാത്രി ഞാൻ വെച്ച മീൻകറിയും അതും ചൂടാക്കാൻ വെക്കുന്നുണ്ട്. പതിവ് പോലെ അരി കുക്കറിലിട്ടു. 1 ഗ്ലാസ് നിറച്ച് കൂന കൂട്ടി അരി എടുത്തിട്ടുണ്ട്. ഞാനിതൊരു 2-3 വെള്ളത്തിലൊക്കെ കഴുകും. ആ വെള്ളം ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ കഴുകാറുണ്ട്. ഈ വീഡിയോ ഇങ്ങനെ ലെങ്ത്ത് കൂട്ടി പോകാനായിട്ട് ഈ 5 പ്രാവശ്യം കഴുകുന്നതും കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് 2 തവണ കഴുകുന്നതോ മറ്റോ ഇവിടെ കാണിക്കുന്നത്. കുക്കു സാറിന് ലഞ്ചിന് കൊടുത്തു വിടാനുള്ള 2 കാടമുട്ടയും കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. കല്ലുപ്പിട്ടാണ് ഞാൻ ചോറ് വേവിക്കുന്നത് കേട്ടോ. കല്ലുപ്പായാലും പൊടിയുപ്പായാലും ഞാൻ കൈവച്ച് തന്നെ എടുക്കാറുള്ളൂ. ഇന്നലെ കടയിൽ പോയപ്പോൾ അമ്മയുടെ കുമ്പാതിരി എന്ന് പറഞ്ഞില്ലേ, ആൻറ്റി, റാണി ആൻറ്റി എന്നാണ് പേര് കേട്ടോ. ആൻറ്റി എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഞാൻ ആരെങ്കിലും കിച്ചണിലൊക്കെ കൂടെ നിൽപ്പുണ്ടെങ്കിൽ സ്പൂണൊക്കെ ഇട്ടൊന്ന് എടുക്കാൻ നോക്കും. കറി അങ്ങ് കുളമാവും, ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ പോവും. കുറേ നേരം നിന്ന് താറിയൊക്കെ നോക്കും. അവർ പോകുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ എടുത്തല്ലേ പറ്റുമെന്ന് കരുതി എടുക്കുമെന്ന്. എനിക്കും അതുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ഇനിയിപ്പോൾ ആര് വന്ന് നിന്നാലും ഞാൻ കൈവച്ച് തന്നെ ഉപ്പെടുക്കും. എനിക്ക് സ്പൂൺ വെച്ച് എടുത്താൽ ശരിയാവില്ല. കുറച്ചെടുത്താലും ഞാൻ എത്ര ഇട്ടാലും കൂടില്ല. അവസാനം ദേഷ്യം വന്നിട്ട് കുറച്ച് ഉപ്പിട്ടാൽ അതെന്തായാലും കൂടിയും പോകും. അങ്ങനെ കറിയൊക്കെ ചൂടായി. ഞാൻ കുക്കർ എടുത്ത് അങ്ങോട്ട് വയ്ക്കുവാണ്. ഈ പറഞ്ഞ റാണി ആൻറ്റിയുടെ ഫോൺ നമ്പർ മാത്രമേ കുക്കു സാറിന് കാണാതെ അറിയത്തുള്ളൂ. അമ്മ കഴിഞ്ഞൊരു മാസം തൊട്ടാണ് ഇവിടെ നിൽക്കാൻ തുടങ്ങിയത് സ്ഥിരമായിട്ട് എൻ്റെ കൂടെ. അതുവരെ അമ്മ എൻ്റെ കൂടെ അല്ലായിരുന്നു. ആ സമയത്ത് കുക്കുമായിരുന്നു കടയിൽ പോയിക്കൊണ്ടിരുന്നത്. അവൻ്റെ ആ ചെറിയ സ്കേറ്റിംഗ് സ്കൂട്ടിയിൽ അവൻ കടയിൽ പോകും. കടയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ നേരം എടുക്കും തിരിച്ചു വരാൻ. അവിടെ പോയി ആൻറ്റിയായിട്ട് കഥ പറയുന്നതാണ്. അങ്ങനെ കഥ പറഞ്ഞ് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പറയും, ഞങ്ങളിന്ന് വൈകിട്ട് ഇങ്ങനെ പോവുകയാണ്, ഞങ്ങൾ മൂന്നാർക്ക് പോവുകയാണ് എന്നൊക്കെ ആൻറ്റിയോട് പറയും. റാണി ആൻറ്റീനെ കൂട്ടാതെ പോയതിന് പിണങ്ങിയിട്ട് ഒരു പ്രാവശ്യം നമ്പർ എഴുതി പേപ്പറിൽ കൊടുത്തു വിട്ടിരുന്നു കേട്ടോ. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ നമ്പർ റാണി ആൻറ്റിയുടേതാണ്, കളഞ്ഞു പോകാതെ എവിടെയെങ്കിലും വെക്കണമെന്ന്. ഞാൻ തന്നെ പറഞ്ഞു, നീ കൊണ്ട് സൂക്ഷിച്ച് വെച്ചോളാം. അവൻ പക്ഷേ അത് പഠിച്ചു. ഇനി അവൻ പഠിച്ച് എഴുതിയതാണോ എന്നറിയത്തില്ല. ആ തുണ്ട് പേപ്പർ 2-3 ദിവസം അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്പർ നല്ല പച്ച വെള്ളം പോലെ കാണാതെ പറയും. എൻ്റെ നമ്പറോ അലൻ്റെ നമ്പറോ അറിയത്തില്ല. ഇതൊക്കെ കേട്ടിട്ട് ഫോൺ നമ്പർ കേട്ടപ്പോൾ അലൻ തന്നെ പറഞ്ഞു കൊടുത്തു, നീ എവിടെയെങ്കിലും പെട്ടുപോയാൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, റാണി ആൻറ്റി ഞാൻ കുക്കുവാ, മമ്മയോട് കാര്യം പറയാൻ. കുക്കു സാറിൻ്റെ ഫോണിൽ സിമ്മൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിലോട്ട് ആ നമ്പർ സേവ് ചെയ്തിട്ടില്ല. എന്നെ അലനെയും തന്നെ അവൻ ദിവസം ഒരു 2-3 പ്രാവശ്യമൊക്കെ വിളിച്ച് ശല്യപ്പെടുത്തും. പ്രത്യേകിച്ച് ഫോൺ ലോക്കായാൽ. പിന്നെ ഇനി ആൻറ്റിക്കൊരു ശല്യമാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ നമ്പർ അതിൽ സേവ് ചെയ്ത് കൊടുത്തില്ല. വാട്സാപ്പിലല്ലാതെ അതിൻ്റെ ഡയലറൊന്നും എടുത്ത് നമ്പർ ഡയൽ ചെയ്ത് വിളിക്കാനും അവനറിയത്തില്ല. ഇപ്പോൾ കറൻ്റ്ലി ആ ഫോണിൽ സേവ് ചെയ്ത് കിടക്കുന്നത് എൻ്റെയും അലൻ്റെയും ജെൻ ചേച്ചിയുടെയും അലൻ്റെ സിസ്റ്ററിൻ്റെയും ഡെല്ലയുടെയും നമ്പറാണ്, ചേച്ചിയുടെ മോളുടെ. ഇന്നലത്തെ വീഡിയോയിൽ മെൻസ്ട്രൽ കപ്പിൻ്റെ യൂസസിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ ഇനിയും അത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അത് അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടോ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാക്കുന്ന സാധനമല്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം അത് യൂസ് ചെയ്താൽ ആദ്യത്തെ ഒരു 5-6 മിനിറ്റത്തേക്ക് നമുക്ക് അയ്യോ എന്തോ എക്സ്റ്റേണലായിട്ട് ഇരിപ്പുണ്ടല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ആ ഒരു 5-6 മിനിറ്റ് നമ്മളൊന്ന് കടന്ന് കിട്ടിയാൽ യു വിൽ നെവർ ബൈ പാഡ്. ഞാനിപ്പോൾ 2-3 വർഷമായിട്ട് എന്തായാലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പീരിയഡ്സിനെ ഇത്രയും കംഫർട്ടബിൾ ആക്കാൻ പറ്റിയ ഒരു കണ്ടുപിടുത്തവും വേറെ ഇതുവരെ ഈ ലോകത്തുണ്ടായതായിട്ട് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ആ ഒരു എക്കോണമിക്കൽ സൈഡാണ് ഇതിൻ്റെ. നമ്മളൊരു വിസ്പർ പാഡ് ഒരു എക്സ്ട്രാ ലോങ് വാങ്ങിക്കണമെങ്കിൽ ഒരു 6 പാഡ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു 179 റുപ്പീസോ മറ്റോ ആയിരുന്നു. എങ്ങനെയൊക്കെ പോയാലും നമ്മളൊരു വർഷം 3000 to 4000 റുപ്പീസ് പാഡിന് വേണ്ടി മാത്രം ചിലവാക്കേണ്ടി വരും. ഇതിന് മെൻസ്ട്രൽ കപ്പിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഓഫറൊക്കെ അനുസരിച്ച് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ 255 റുപ്പീസിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് യു ക്യാൻ യൂസ് വൺ ഫോർ 5 years. 5 വർഷത്തേക്ക് 255 രൂപ മാത്രമാണ് നമ്മളിതിന് ചിലവാക്കുന്നത്. ഇതിൻ്റെ കംഫർട്ട്
പിന്നെ എല്ലാ ആക്ടിവിറ്റീസും നമുക്കിത് വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ. ഈവൻ വി ക്യാൻ ഗോ ഫോർ സ്വിമ്മിങ്. പിന്നെ അങ്ങനെ ലീക്കേജ് ഉണ്ടാവുമെന്നൊരു പേടി വേണ്ട. എവിടെ ഇരുന്നിട്ടും ധൈര്യമായിട്ട് തിരിഞ്ഞു നോക്കാതെ എണീക്കാൻ പറ്റും. അത് തന്നെ വലിയൊരു കാര്യമല്ലേ. പിന്നെ ഞാനിവിടെ ആദ്യം ഞാൻ പുലിച്ചിറ മറ്റേ കോവിഡിൻ്റെ ടൈമിലായിരുന്നു ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ പുലിച്ചിറയിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റായിട്ട് ഞാൻ ആദ്യമൊക്കെ ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ 2-3 പേരുടെയൊക്കെ അഭിപ്രായം അത് പ്ലാസ്റ്റിക് അല്ലേ, അത് കേടാണ്, അങ്ങനെയൊക്കെയാണ്. ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി പ്ലാസ്റ്റിക്, അത് സിലിക്കോണാണ്. പിന്നെ നാച്ചുറൽ സിന്തറ്റിക് ഫൈബേഴ്സൊക്കെ വെച്ചിട്ടാണ്. പിന്നെ തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ് എന്തോ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ടോക്സിക് അൺലെസ് അത് കത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് മുറിക്കുമ്പോഴോ അല്ലാതെ അത് ടോക്സിക് മെറ്റീരിയൽ ആവുന്നില്ല. ഇറ്റ് ഇസ് വെരി സേഫ് ടു യൂസ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇടയിൽ ഇത്തിരി മീൻ വറുത്തെടുക്കാം. ഇന്നലെ അരപ്പ് പുരട്ടിയ പൊടിമീനൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഞാനൊന്ന് പൊരിച്ചെടുക്കുവാണ്. ഇത്തിരി ഉള്ളൂ കേട്ടോ വറുത്ത മീൻ. പിന്നെ എനിക്കും അമ്മയ്ക്കും ഇവിടെ ഉണക്ക ചെമ്മീനും പിന്നെ ഉണക്ക നങ്കും ഒക്കെ ഇരിപ്പുണ്ട് പൊരിച്ചത്. അതൊക്കെ ഓരോ കുഞ്ഞു കുഞ്ഞു ഡബ്ബയിലാക്കി അമ്മ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയല്ല, ഷെൽഫിൽ തന്നെ ഒരു 4 ഡബ്ബ ഇരിപ്പുണ്ട് ഉണക്കമീൻ. ഉച്ചയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കറിയൊക്കെ വെച്ചിട്ട് പോയാലും ഞാൻ ഇച്ചിരി കട്ടത്തൈരും ഒരു പച്ചമുളകും ഒരു ഉണക്കമീനും കുറച്ച് അച്ചാറും ഒക്കെ എടുത്ത് ചോറ് തന്നു. ചെറിയ മീനൊക്കെ തന്നെ ആയതുകൊണ്ട് നമ്മൾ ഈ വരയുമ്പോൾ മാംസം നല്ല രീതിയിൽ അങ്ങ് കട്ടാവുമല്ലോ. മീൻ വലിയ ബലമില്ലല്ലോ. അപ്പോൾ തിരിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകാണ്ടൊക്കെ ഇരിക്കാനായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് മീൻ വറുത്തെടുക്കുന്നുണ്ട്. വലിയ മീനാണെങ്കിലും അടച്ച് വെക്കണം, കാരണം ഒന്ന് വേവണമല്ലോ നല്ലപോലെ. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് ചിക്കി എടുക്കുവാണ്. വെളിച്ചെണ്ണയിൽ കടുക്, 2-3 കുഞ്ഞുള്ളി, കുറച്ച് കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിന് തൊട്ട് പുറകെ തന്നെ ചീകി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ടിൽ മഞ്ഞപ്പൊടി ഇല്ലാതിരുന്നത് കൊണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കുഴച്ചിട്ടില്ല. ഇപ്പോൾ ഉപ്പ് മാത്രം ഇട്ടാണ് ഞാൻ ഇന്നലെ രാത്രി ഇത് ഫ്രിഡ്ജിൽ വെച്ചത്. അതുകൊണ്ട് ഉപ്പിനി ഇതിലേക്ക് പ്രത്യേകം ഇടുന്നില്ല. പിന്നെ അങ്ങനെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ടാണ് സാധാരണ ഞാൻ എടുക്കാറ്. ഇന്ന് കറിക്ക് എരിവ് കറി ആയതുകൊണ്ട് ഞാൻ ഇത്തിരി കുരുമുളക് പൊടിയാണ് ബീട്രൂട്ടിലിടുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എപ്പോഴും മഞ്ഞപ്പൊടിയും മുളക് പൊടിയിട്ടല്ലേ നമ്മൾ മെഴുക്ക് വരട്ടുന്നത്. ഇടയ്ക്ക് ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് മെഴുക്ക് വരട്ടുന്നത് ഒരു വെറൈറ്റിയാണ്. ക്യാരറ്റും ക്യാബേജും ബീട്രൂട്ടും ഇത് ഞാൻ അടച്ച് വെക്കുന്നില്ല. ഉപ്പിട്ട് പുരട്ടി വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഉപ്പിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് വെജിറ്റബിളിൽ നിന്നുള്ള വാട്ടർ വലിച്ചെടുക്കുക എന്നാണല്ലോ. അപ്പോൾ അതിൽ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. ആ ഡബ്ബയിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം കൂടിയാണ് തട്ടിയിട്ടത്. വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് റെഡിയായി വരാനായിട്ട് അത് തുറന്ന് വെച്ച് തന്നെയാണ് ഞാൻ ചിക്കി എടുക്കുന്നത് കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പമാണ്. ദേഷ്യം തീർക്കാൻ പറ്റിയ ഐറ്റമാണല്ലോ ഇടിയപ്പം. ഉള്ള ദേഷ്യം മുഴുവൻ അച്ഛനോട് തീർക്കാമല്ലോ. ഇത് ഡബിൾ ഹോഴ്സിൻ്റെ ഈസി ഇടിയപ്പം മിക്സാണ് കേട്ടോ. അങ്ങനെ ഇന്ന ബ്രാൻഡൊന്നുമില്ല. ഞാനത് മുൻപും പറഞ്ഞിട്ടുണ്ട്. സാമ്പാർ പൊടി ആയാലും മീറ്റ് മസാല ആയാലും പുട്ടുപൊടി ആയാലും ഇടിയപ്പത്തിൻ്റെ പൊടി ആയാലും ഈസി ഇടിയപ്പം പൊടിയാണെങ്കിൽ ഞാനതങ്ങ് എടുക്കും. ഏത് ബ്രാൻഡാണെന്നൊന്നും നോക്കാറില്ല. ഇന്നിപ്പോൾ രാവിലെ ഒരു പാക്കറ്റിൽ ബാക്കി ഇരുന്നതും കൂടി ഈ കുപ്പിയിലോട്ട് ഞാൻ തട്ടിയിട്ടിരുന്നു. അപ്പോഴാണ് ഞാൻ പേര് ശ്രദ്ധിച്ചത്. ഇത് ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ്. അമ്മ ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് ഞാനിങ്ങനെ കുഴച്ച് വെച്ചിട്ട് അലനെ വിളിച്ചെണീപ്പിച്ചാണ് ഇത് ചെയ്യിക്കുന്നത്. ഇപ്പോൾ അലനും കുട്ടികളും മേളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ അലൻ അവരുടെ നടുക്ക് നിങ്ങൾ താഴെ പോരുന്നാൽ രണ്ടിലേതെങ്കിലും ഒന്ന് താഴെ വന്ന് വീഴുന്ന സൗണ്ട് ഇവിടെ ഇരുന്ന് തന്നെ എനിക്ക് കേൾക്കാൻ പറ്റും. ബീട്രൂട്ട് ആയി കേട്ടോ. ഇത്രയും സമയം മതി. ബീട്രൂട്ടും ക്യാരറ്റും ക്യാബേജും ഒക്കെ അങ്ങനെ അത്രയും വെന്ത് കുഴഞ്ഞു പോകണമെന്നില്ല. അതൊരു സാലഡ് പരുവത്തിന് കിട്ടിയാലും നല്ലതാണ്. ഇതിപ്പോൾ സാലഡ് പരുവമല്ല, അതിനേക്കാൾ ഇത്തിരി കൂടെ വെന്തിട്ടുണ്ട്. മാവൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ച് റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ഇഡ്ഡലി തട്ടെടുത്ത് അതിലേക്ക് എണ്ണ നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഈ ഇടിയപ്പവും ഇഡ്ഡലിയൊക്കെ വരാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് നിറച്ചിങ്ങനെ തേക്കുന്നത്. ഇതിപ്പം മൊത്തത്തിൽ തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പത്തിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാപ്പ് എടുക്കാറില്ല. നമ്മളത് കറക്കുന്നത് തന്നെ വളരെ പാടുപെട്ടാണ്. പിന്നെ ഓരോ തവണ അത് നിർത്തി വീണ്ടും തുടങ്ങുന്നത് ഒരു ചടങ്ങാണ്. അതുകൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് പോസ് ചെയ്യാറില്ല. അങ്ങനെ കറക്കി കറക്കി അച്ചിലെ മാവ് തീരുന്നത് വരെ കറക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് നിർത്തിയാൽ പിന്നെ തുടങ്ങുന്നത് ഭയങ്കര പാടാണ്. പിന്നെ ഇന്നലെ രാത്രിയാണ് ഞാൻ ആ കണ്ടുകൊണ്ടിരുന്ന സീരീസ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് അത് കംപ്ലീറ്റ് ചെയ്തത്. ജിമോൻ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. അതിൻ്റെ എൻഡിങ് കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ആദ്യത്തെ ഒരു 2-3 എപ്പിസോഡ് അത്ര വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ലെങ്കിലും പോകെ പോകെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എൻഡിങ് ഉഗ്രനായിരുന്നു. പിന്നെ ഇന്നലെയും സ്കൂളിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയൊക്കെ എണീറ്റത് കൊണ്ട് രാത്രി ഉറക്കം വരുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും ഒരു മൂവിയും കൂടെ കണ്ടിരുന്നു. അത് ഒരു 10 മിനിറ്റ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്താണ് കണ്ടത്. പാരഡൈസ് എന്ന് പറഞ്ഞിട്ട് ആമസോൺ പ്രൈമിലൊരു മൂവി. ഈ രാമായണം സീത ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതും കൊള്ളാം. ഞാൻ സ്പോയിലർ തരുന്നില്ല. ഇഫ് യു വിഷ് യു ക്യാൻ ഗോ വാച്ച്. പറഞ്ഞ് ഫിലിമിലേക്ക് എത്തിയതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. പാഡ്മാൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട് അക്ഷയ് കുമാറിൻ്റെ. പുള്ളിൻ്റെ വൈഫ് ഈ അൺഹൈജീനിക് ആയിട്ടുള്ള ക്ലോത്ത്സ് പീരിയഡ്സ് ടൈമിൽ യൂസ് ചെയ്യുന്നത് കണ്ട് വിഷമം വന്നിട്ട് ഹി സ്റ്റാർട്ടഡ് മേക്കിംഗ് ലോ കോസ്റ്റ് സാനിറ്ററി പാഡ്സ് ഫോർ വുമൺ ഇൻ ദ റൂറൽ ഏരിയാസ്. വളരെ ലോ കോസ്റ്റിൽ പുള്ളിയുടെ സ്ഥലത്തുള്ളവർക്കും പിന്നെ വൈഫിനും ഒക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ പാഡ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് ദിസ് ഇസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ഈ റിയൽ പാഡ്മാൻ എന്ന് പറയുന്നത് അരുണാചലം മുരുകാനന്ദമാണ്. ഹീ ഈസ് ഫ്രം കോയമ്പത്തൂർ. വൈഫ് ഇങ്ങനെ അൺഹൈജീനിക് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നത് കണ്ട് സങ്കടം വന്നിട്ട് പുള്ളി എടുത്ത ഇനീഷ്യേറ്റീവ് ഇപ്പോൾ പുള്ളീനെ അറിയപ്പെടുന്ന ഒരു എൻ്റർപ്രണറാക്കി മാറ്റിയിട്ടുണ്ട്.
ഈ സാനിറ്ററി പാഡ്സൊക്കെ അൺഹൈജീനിക് ആണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് മെൻസ്ട്രൽ കപ്സ് വെൻ കമ്പയർഡ് ടു സാനിറ്ററി പാഡ്സ് ആർ 26% ലെസ് ലൈക്ലി ടു ഗിവ് യു ആൻ ഇൻഫെക്ഷൻ. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത് ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ ഈ മെറ്റലിൽ കിടന്നിട്ട് പട്ടുമെത്തയിൽ കിടക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസമുണ്ടല്ലോ, ആ വ്യത്യാസമുണ്ട്. ബിക്കോസ് ദ ലെവൽ ഓഫ് കംഫർട്ട് നമ്മൾ എല്ലാം നമുക്ക് നോർമലായിരിക്കും, എക്സെപ്റ്റ് ആ ചെറിയൊരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ വേറൊന്നും നമ്മൾ പീരിയഡ്സിൻ്റേതായിട്ടുള്ള വേറൊരു അസ്വസ്ഥതകളും നമ്മളെ അലട്ടത്തില്ല. ആൻഡ് ഇത് കണ്ടിട്ട് ഇഫ് യു ആർ പ്ലാനിങ് ടു ബൈ സൈസ് കറക്റ്റായിട്ട് മേടിക്കണം കേട്ടോ. ബിലോ 18 യു ഷുഡ് ഗോ ഫോർ ദ സ്മോൾ സൈസ്. മീഡിയം സൈസ് നമ്മളിപ്പോൾ സി സെക്ഷനൊക്കെ ആണെങ്കിൽ, വൺ ടൈം നമ്മളൊരു സി സെക്ഷനൊക്കെ കഴിഞ്ഞ ആളാണെങ്കിൽ മീഡിയം സൈസ് ആയിരിക്കും നിങ്ങൾക്ക് കറക്റ്റ്. പിന്നെ ലാർജ് നമ്മുടെ നോർമൽ ഡെലിവറി, അത് വൺസ് ആണെങ്കിലും നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരാൾ ലാർജ് തന്നെ യൂസ് ചെയ്യണം. പിന്നെ 2 സി സെക്ഷൻ കഴിഞ്ഞാലും നമ്മൾ ലാർജിലോട്ട് മാറണം കേട്ടോ. ഐ വാസ് യൂസിങ് മീഡിയം. സെക്കൻഡ് സി സെക്ഷന് ശേഷം ഞാനിപ്പോൾ ലാർജാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ ട്രൈ ചെയ്യണം എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പാഡ് മേടിക്കില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നു. അങ്ങനെ രണ്ടാമത്തെ സെക്ഷൻ ഇടിയപ്പവും തട്ടേ കയറാൻ പോവുകയാണ്. ഞങ്ങൾ മാത്രമാണെങ്കിൽ 2 തട്ട് ധാരാളമാണ്. അമ്മയുള്ളതുകൊണ്ട് എക്സ്ട്രാ ഒരെണ്ണം വേണം. പിന്നെ ഒന്നും കൂടി ഇരുന്നാൽ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടക്കുന്ന ടൈമിൽ അമ്മ പിള്ളേർക്ക് പാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് ലാവിഷായിട്ട് തന്നെ ഉണ്ടാക്കി. കുക്ക് ചെയ്യുന്ന സമയത്ത് മുഖം കാണിക്കാൻ പറഞ്ഞിരുന്നല്ലോ. ഒന്നാമത് എൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ പൊസിഷൻ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ അല്ല. എൻ്റെ മുഖം കാണണമെങ്കിൽ എനിക്കിതിന് തൊട്ടപ്പുറത്തായിട്ടൊരു സ്പേസ് വേണം ക്യാമറ വെക്കാനായിട്ട്, സ്റ്റാൻഡ് വെക്കാൻ. അങ്ങനെ ഒരു സ്പേസ് അവിടെ ഇല്ല. പിന്നെ സത്യത്തിൽ ഈ ഇടിയപ്പം പീച്ചുമ്പോഴൊക്കെയാണ് മുഖം കാണേണ്ടത്. അപ്പോഴത്തെ മുഖമൊക്കെ കണ്ടാൽ ചിരിച്ച് നിങ്ങൾ ചാവും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു മിറർ എടുത്ത് വെച്ചിട്ട് ഇടിയപ്പം ഒന്ന് പീച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ കാണുന്ന ആൾക്കാർ അമ്മമാരാണത് ചെയ്യുന്നതെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. നല്ല രസമുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും അത് പീച്ചുമ്പോൾ ഉള്ള മുഖം കാണാൻ. കുക്കു സാറിന് ലഞ്ചിനായിട്ട് ഇന്ന് ചോറ്, മീൻകറി ഇട്ട് കുഴച്ചതും കുറച്ച് കട്ടത്തൈര് ഉപ്പിട്ടെടുത്തതും ബീട്രൂട്ടും 2 കാടമുട്ടയും ആസ് യൂഷ്വൽ, പിന്നെ കുറച്ച് മീൻ വറുത്തതും വെച്ചിട്ടുണ്ട്. സ്നാക്സിന് ബിസ്ക്കറ്റ്സും വേഫേഴ്സും ഒക്കെയാണ്. എനിക്ക് കമൻ്റ് ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ്സ് ബേക്കറി ഐറ്റംസൊക്കെ ഒഴിവാക്കിയിട്ട് അവലോസും അവൊക്കെ കൊടുക്കാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ അവൻ തിന്നണ്ടേ, അവൻ ആ വക ഐറ്റംസ് ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഇവരുടെ സ്കൂളിൽ എല്ലാവരും ബിസ്ക്കറ്റ്സാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവനത് വിഷമവും ആ ടൈമിൽ ഞാൻ വേറെ എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ. അതുകൊണ്ടാണ് ഈ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്തു വിടുമ്പോൾ അത് സെപ്പറേറ്റ് ഒരു ബോക്സിലാക്കി കൊടുത്തു വിടുന്നത്. പിന്നെ ഈ ബിസ്ക്കറ്റ്സ് എന്ന് പറയുന്നത് ഈ ഡെയിലി ഒരു 4 എണ്ണേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്കുള്ള കട്ടുതീറ്റയും ഉണ്ട്, പക്ഷേ എന്നാലും അത് പിടിക്കപ്പെടുമ്പോൾ ഞാൻ നല്ലത് കൊടുക്കും. പിറ്റേന്ന് സ്നാക്സിന് ബിസ്ക്കറ്റ് തരില്ല എന്നൊക്കെ പറയും. മാക്സിമം കുറച്ച് കൊടുക്കാനാണ് നോക്കുന്നത്. എന്നാലും ഇവരെല്ലാവരും ഡാർലും ഡെല്ലിയും കുക്കും എല്ലാം ചായയും ബിസ്ക്കറ്റും പാലും ബിസ്ക്കറ്റും ഇതിൻ്റെയൊക്കെ ആശാന്മാരാണ്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വെക്കുന്നത് നിങ്ങൾ കാണാതിരുന്നത് ഇന്നലത്തെ ഗ്രീൻ പീസ് കറി ബാക്കിയുള്ളതുകൊണ്ടാണ്. രാത്രി ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗ്രീൻ പീസ് കറിയാണ്. കുറച്ച് ഗ്രീൻ പീസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുമല്ല, ഒരു ആഴ്ച മുമ്പ് മറ്റൊന്ന് ഞാൻ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ എൻ്റെ ഫോണിൽ അധികം ചാർജൊന്നും ഉണ്ടാകത്തില്ല. അവിടെ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. സ്കൂളിനൊരു ഫേസ്ബുക്ക് പേജും വാട്സാപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. എൻ്റെ ലാപ്ടോപ്പിൽ ഞാൻ ആകെ ചെയ്യുന്ന പരിപാടി ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്യലാണ്. ബാക്കി എല്ലാ എഡിറ്റിങ്ങും വീഡിയോ ആയാലും ഫോട്ടോ ആയാലും എനിക്ക് കംഫർട്ട് ഫോണിൽ ചെയ്യാനാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഫോണിൽ അത്രയും ചാർജൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ വൈകിട്ട് വന്ന് ഫോണൊക്കെ കുത്തിയിട്ടിട്ടാണ് ഞാനൊന്ന് കിടക്കുന്നത്. കിടന്നിട്ട് എണീറ്റ് ഗ്രീൻ പീസ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് മീൻ കറി വെക്കുന്ന റെസിപ്പി എടുക്കാമെന്ന് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഇന്ന് രാവിലത്തേക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലാതായി പോവില്ലേ. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, ഇത് എൻ്റെ ഒരു കുക്കിംഗ് ചാനലല്ല. ഡീറ്റെയിൽഡായിട്ട് ചിലപ്പോൾ ഞാൻ റെസിപ്പീസ് പറഞ്ഞെന്ന് വരില്ല. നിങ്ങൾ കാണുന്ന റെസിപ്പീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഇത് എൻ്റെ ഇതിലൊരു കുട്ടി കമൻ്റ് ഇടുന്ന പോലെ സ്ലൈസ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ഒരു സ്ലൈസ് ഓഫ് മൈ ഡേ അങ്ങനെ വേണമെങ്കിലും പറയാം. ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു വൈകുന്നേരത്തിന് ഒരു കഷ്ണം. പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈ കാണുന്നത് നമ്മുടെ മതിലിൻ്റെ എൻഡാണ്. ഞാനിത് കുറച്ച് സൂം ചെയ്തതാണ് കേട്ടോ. കടൽ ഇത്രയും അടുത്തല്ല, മതിലിൻ്റെ എൻഡിൽ നിന്ന് ഈ ബോട്ടൊക്കെ പോകുന്നത് കാണാനായിട്ട് ഇത്രയും സൂം ചെയ്തതാണ്. ഈ റോഡ് നേരെ ചെല്ലുന്നത് കൊല്ലം ബീച്ചിലേക്കാണ്. അങ്ങ് അറ്റത്ത് ചെറുതായിട്ട് അവിടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പാടായിരിക്കും. നിലുവിന് ഇടിയപ്പം ഷുഗറും പാലും ഒക്കെ കൂട്ടിയാണ് അമ്മ കൊടുക്കുന്നത്. പാലൊഴിക്കുന്നതിനേക്കാളും അവനിപ്പോൾ വെറും ഷുഗർ ഇട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം എന്നൊക്കെ അമ്മ പറയുന്നത് കേൾക്കാം. കുക്കു സാറിന് എന്തായാലും കറിയും കൂട്ടിയാണ് കൊടുക്കുന്നത്. ഞാൻ ദേ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു. നിലുവിൻ്റെ ഫുഡ് അമ്മയും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എന്നാലും കുക്കുവിന് ഞാൻ വാരി കൊടുക്കുന്നത് കണ്ടാൽ നിലു കറിയും കൂട്ടി കഴിക്കും കേട്ടോ. എരിഞ്ഞു തുപ്പയൊക്കെ ചെയ്യും, പക്ഷേ എന്നാലും കുക്കുവിന് ഞാനിങ്ങനെ സ്നേഹത്തോടെ വാരി കൊടുക്കുന്നതൊന്നും അവന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും കഴിച്ചിട്ട് നേരെ വന്ന് എൻ്റെ കയ്യിൽ നിന്നും ഒരു വായിടും കേട്ടോ. അമ്മയുടെ കയ്യിൽ നിന്ന് കഴിച്ചിട്ട് ഈ പാത്രത്തിലോട്ട് ചിലപ്പോഴൊക്കെ തുപ്പിയിടും. പിന്നെ കുക്കു കാണാതെ ഞാൻ എടുത്ത് മാറ്റും. കണ്ടു കഴിഞ്ഞാൽ അവൻ ബാക്കി കഴിക്കത്തില്ല.
അവിടെ അപ്പുറത്ത് ലില്ലിയമ്മച്ചിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ മീൻകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ഹോണടി കണ്ടപ്പോഴത്തേക്ക് ചേട്ടന് ടാറ്റ പറയാനായിട്ടാണ് മീൻ പൊക്ക് പൊക്ക് എന്നും പറഞ്ഞിട്ട് തുടങ്ങിയത്. അപ്പോൾ പിന്നെ കുക്കു സാർ ഒന്ന് പൊക്കി ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തു. പക്ഷേ അപ്പോഴേക്ക് മീൻകാരൻ പോയിട്ടുണ്ടായിരുന്നു. മീൻ മേടിക്കാൻ വന്ന ലില്ലിയമ്മച്ചി അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ എണീറ്റ് വന്ന് ഈ ക്യാമറ തിരിക്കാനുള്ള ഒരു മൂഡില്ലായിരുന്നത് കൊണ്ട് ഞാൻ എണീറ്റില്ല. ലില്ലിയമ്മച്ചിനെയും ലില്ലിയമ്മച്ചിയുടെ വീടുമൊക്കെ ഞാൻ സാറ്റർഡേ സൺഡേസ് എപ്പോഴെങ്കിലും കാണിക്കാം. സ്കൂളിൽ നമ്മൾ എല്ലാ മന്തും സ്റ്റാർസ് ഓഫ് ദ മന്ത് ഇടും കേട്ടോ. കഴിഞ്ഞ മന്തിൽ അടങ്ങി ഒതുങ്ങി നല്ല കുട്ടിയായിട്ടിരുന്ന കുട്ടികളുടെ, അത് ടെസ്റ്റ് പേപ്പർ ബേസിസിലൊന്നുമല്ല, ടീച്ചേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ട് നല്ല കുട്ടിയായിട്ടിരുന്നവർക്ക്. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കുക്കുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നിനക്ക് കിട്ടാൻ പോകുന്നില്ല, നിന്നോട് മുടി വെട്ടാൻ എല്ലാ ടീച്ചേഴ്സും പറഞ്ഞിട്ട് നീ വെട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് നിനക്ക് കിട്ടത്തില്ല എന്ന്. പക്ഷേ കുഴപ്പമില്ല, എന്നാലും മുടി വെട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. നല്ല പെയിനുണ്ട്. ഇത്രയും മുടി ഉള്ളതുകൊണ്ട് ഡെയിലി ഞാനിപ്പോൾ ചീകി കൊന്നുകൊണ്ടിരിക്കുക. 2-3 ദിവസം മുന്നേ ഒരുപാട് കൺവിൻസ് ചെയ്തിട്ട് അവനെ കൊണ്ട് സമ്മതിപ്പിച്ച് സ്കൂളിൽ നിന്ന് നേരെ ബാർബർ ഷോപ്പിലേക്കൊന്ന് പോയിരുന്നു. പക്ഷെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ അത് അവിടെ വെച്ച് ഡ്രോപ്പായി. അപ്പോൾ ഇതേ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ബൈ.